ഈ വീഡിയോ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി എന്നുള്ളതാണ്. കാരണം എൻ്റെ ചില വ്യക്തിപരമായ കാര്യങ്ങളും നമ്മുടെ ചാനലിൻ്റെ കാര്യങ്ങളും ഒക്കെ തന്നെ നിങ്ങളോട് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ തന്നെ ഈ വീഡിയോ കണ്ടാൽ മതി. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ചാനലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നൊരു കാര്യം. നമ്മൾ ഈ ചാനൽ തുടങ്ങുന്നത് 2021 മെയ് 1-ാം തീയതിയാണ്. അങ്ങനെ ചാനൽ തുടങ്ങാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം മെയ് 2-ാം തീയതി റിസൾട്ട് വരും എന്നുള്ളത് കൊണ്ടാണ്. അതായത് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരും. അത് പ്രവചിച്ചുകൊണ്ടാണ് നമ്മൾ ചാനൽ തുടങ്ങുന്നത്. ഇതിലേക്ക് കിടക്കുന്ന ഏറ്റവും ആദ്യത്തെ വീഡിയോയും അതാണ്. വളരെ അൺപ്രൊഫഷണലായി ഒരു സാധാരണ മൊബൈലിൽ നമ്മൾ വളരെ പെട്ടെന്ന് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. പക്ഷേ നമ്മളൊരു പ്രവചനം നടത്തിയതിന് ഒരു രേഖ വേണം എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ അത്തരത്തിലുള്ളൊരു വീഡിയോ എടുത്തത്. അപ്പോൾ അതിനുശേഷം ഒരു 1-2 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കത് 1.5 മാസം കഴിഞ്ഞപ്പോൾ തന്നെ 1000 സബ്സ്ക്രൈബേഴ്സും അതുപോലെ മോണറ്റൈസേഷനും ഒക്കെ ആയി 4000 വാച്ചവേഴ്സും ഒക്കെ ആയിരുന്നു. അതിന് വലിയ സന്തോഷം. പക്ഷേ മറ്റ് ചില തിരക്കുകളും ജോലിയുടെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നീട് ഒരു വലിയ ബ്രേക്ക് വന്നു 2-3 കൊല്ലത്തോളം. അതിനുശേഷം നമ്മളിത് പിന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നത് 2024 ഏപ്രിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞാൻ ആലപ്പുഴയിൽ KM ഷാജഹാൻ എന്നൊരു യൂട്യൂബ് ചാനലിൽ 1-2 വീഡിയോകൾ ചെയ്യുകയും അത് 1 ലക്ഷത്തിലധികം പേര് കാണുകയും ഒക്കെ ചെയ്തപ്പോഴാണ് ഞാൻ പിന്നെ വീണ്ടും നമ്മുടെ ഈ ചാനൽ ഒന്നുകൂടി റീവർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത്. യഥാർത്ഥത്തിൽ ഈ ചാനൽ അങ്ങനെ തുടങ്ങിയപ്പോൾ പോലും അല്ലെങ്കിൽ അതിനുശേഷം നമ്മൾ മറ്റു പല ചാനലുകളൊക്കെ ആയിട്ട് സഹകരിച്ചിരുന്നു. ഇപ്പോൾ ABC മലയാളം സഹകരിച്ചിരുന്നു. അതുപോലെ തന്നെ അതിനു മുമ്പ് മാത്യു സാമുവലിൻ്റെ ചാനലിലാണ് മറ്റൊരു ചാനലിൽ നമ്മൾ വീഡിയോ ചെയ്തു തുടങ്ങുന്നത്. അപ്പോഴൊക്കെ തന്നെ ഞാൻ എൻ്റെ ചാനൽ ചെയ്തിരുന്നില്ല. ആ ചാനൽ ചെയ്തിരുന്ന സമയത്തൊക്കെ തന്നെ വളരെ സത്യസന്ധമായി നമ്മൾക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ മാത്യു സാമുവലിൻ്റെ ചാനലിലും നാരദയിലൊക്കെ ഇരുന്നപ്പോഴാണ് ഞാൻ യഥാർത്ഥത്തിൽ കർണാടക ഇലക്ഷൻ പ്രിഡിക്റ്റ് ചെയ്യുന്നത്. ആ കർണാടകയിൽ അത്രത്തോളം വലിയ നേട്ടം കോൺഗ്രസ് ഉണ്ടാക്കുമോ എന്നൊക്കെ സംശയം പ്രകടിപ്പിച്ചിരുന്നു. കാരണം അന്നേരം അതൊരു പ്രോ സംഘപരിവാർ പ്രോ BJP ചാനലായിട്ടാണ് ആളുകളൊക്കെ തന്നെ കണക്കൂട്ടിയിരുന്നത്. അപ്പോൾ അങ്ങനെ കണക്കൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാനന്ന് അവിടെ ഒരു വലിയ ഭൂരിപക്ഷത്തോട് 130-140 140 സീറ്റുകൾ നേടിക്കൊണ്ട് കർണാടകത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരും എന്നുള്ളത് ഞാൻ പറഞ്ഞത്. അത് അങ്ങനെ തന്നെ കൃത്യമായി സംഭവിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ വീഡിയോകൾക്കിടക്ക് ഇപ്പോഴും നോക്കിയാൽ അറിയാം വലിയ തോതിലുള്ള ചീത്തയായിരുന്നു ആദ്യമൊക്കെ തന്നെ കിട്ടിക്കൊണ്ടിരുന്നത്. കാരണം BJPയുടെ അനുഭവമുള്ള ആളുകളൊക്കെ തന്നെയായിരുന്നു. പക്ഷേ സത്യം മാത്രമേ നമ്മളെന്നും പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് അത് കൃത്യമായിട്ട് അവിടെ തന്നെ പറഞ്ഞത്. അതിനുശേഷം മറുനാടൻ ഷാജനെതിരെ നിരവധി കേസുകളൊക്കെ വന്നു. പല നിലപാടുകളുമൊക്കെ എടുത്തപ്പോഴും ഞാൻ അതേ ചാനലിൽ, അതായത് മാത്യു സാമുവൽ അന്ന് ഷാജന് അനുകൂലമായിട്ടുള്ള നിലപാടല്ല എടുത്തിരുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ എടുക്കുന്ന സമയത്ത് തന്നെ മറുനാടൻ ഷാജനെ കൊല്ലാതിരുന്നതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വളരെ വിശദമായിട്ടുള്ളൊരു വീഡിയോ അതിനകത്ത് ഷാജനെ അനുകൂലിച്ച് തന്നെ ചെയ്തിരുന്നു എന്നുള്ളതൊരു വാസ്തവമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോധ്യങ്ങൾക്കനുസരിച്ച് മാത്രമേ നമ്മൾ കൃത്യമായിട്ടുള്ള നിലപാടുകൾ എടുത്തിട്ടുള്ളൂ എന്നുള്ളതാണ് ഞാൻ പറയാൻ വന്നൊരു കാര്യം. അതിനുശേഷമാണ് ABC മലയാളത്തിലൊക്കെ തന്നെ ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം ചില കാര്യങ്ങൾ നമ്മൾ KM ഷാജഹാൻ്റെ ചാനലിൽ ചില വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്വന്തമായിട്ടുള്ള ഒരു ചാനലാണ് കണ്ടിന്യൂ ചെയ്തത്. ഈ സ്വന്തമായിട്ടുള്ള ചാനൽ നമ്മൾ എടുക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ അത്ര ഗൗരവത്തോടുകൂടിയും സീരിയസ് ആയിട്ടും ഇതിൽ നിന്നുള്ള ഒരു വരുമാനവും ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഇത് ചെയ്തത്. മറ്റു പല കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് എന്തുകൊണ്ടാണ് നമ്മളെ ഒരു സപ്പോർട്ട് ചെയ്യണം, പിന്തുണക്കണം എന്നുള്ളത് ആവശ്യപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അതിഭീകരമായിട്ട് വിധം കേരളത്തിലെ ഒരു ചാനലൊക്കെ തന്നെ ചാനൽ രംഗവും അതുപോലെ തന്നെ മാധ്യമ ലോകവും ഒക്കെ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. ഇപ്പോൾ പലപ്പോഴും നമുക്കറിയാം യാഥാർത്ഥ്യമല്ല ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്, അവരുടെ അജണ്ടകളിൽ എന്നുകൊണ്ടുള്ള ഒരു മാധ്യമ പ്രവർത്തനമാണ് അവർ നടക്കുന്നത്. അതിപ്പോൾ മറ്റു സാറ്റലൈറ്റ് ചാനലുകൾ നിരവധിയുണ്ട്. അവരൊക്കെ തന്നെ അവരുടെ വെസ്റ്റഡ് ആയിട്ടുള്ള താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് മാത്രം പലപ്പോഴും തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ പകുതി മാത്രം സത്യമായിട്ടുള്ള വാർത്തകളൊക്കെ തന്നെ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. അതേസമയം തന്നെ ഒരു സോഷ്യൽ മീഡിയ രംഗത്തൊക്കെ തന്നെ ഒരു പ്രോ സംഘപരിവാർ റൈറ്റ് വിങ് ഐഡിയോളജികൾക്കൊക്കെ വലിയ പ്രാമുഖ്യമുള്ള ചാനലുകൾക്കാണ് ഏറ്റവും വലിയ റീച്ചും അതുപോലെ തന്നെ സാധ്യതകളുമുള്ളത്. അവരുമൊക്കെ തന്നെ പലപ്പോഴും അർദ്ധസത്യങ്ങളും ഈ പറയുന്ന രാഹുൽ ഗാന്ധിയെക്കുറിച്ചുള്ള തെറ്റായ കാര്യങ്ങളും ഒക്കെ തന്നെ പ്രവചിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തന്നെ നമ്മുടെ ചാനലിൽ
മറുനാടൻ ഷാജൻ പറഞ്ഞിട്ടുള്ള ഒരു തെറ്റായ കാര്യത്തിനെതിരെ വീഡിയോ ചെയ്തതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ പറയാൻ വിട്ടുപോയി. മറുനാടൻ ഷാജൻ്റെ ഈ പറഞ്ഞ പോലെ മറുനാടൻ മലയാളിയിലൊക്കെ ഞാൻ വീഡിയോ ചെയ്തിരുന്നു ഷാജൻ വിളിച്ചതിൻ്റെ ഭാഗമായിട്ട്. അത് ഇടക്കിടക്കാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ തിരുവനന്തപുരത്ത് പോകുമ്പോൾ മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ ഷാജനെ എതിർത്തുകൊണ്ടും അതുപോലെ ആശയപരമായി വിയോജിച്ചുകൊണ്ടും ഒക്കെ തന്നെ ചില വീഡിയോകൾ ചെയ്യേണ്ടി വന്നിരുന്നു. കാരണം ഷാജനൊക്കെ തന്നെ ഈ പറയുന്ന വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങളൊക്കെ തെറ്റാണെന്ന് തോന്നി. എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു സംഘപരിവാർ സംഘപരിവാർ അജണ്ടയോടുകൂടിയൊക്കെ നടപ്പിലാക്കുന്ന എല്ലാ ചാനലുകളും തന്നെ ഈ കേരളത്തിൽ വലിയ തോതിലുള്ള വിഭാഗീയത പടർത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മിസ് ഇൻഫർമേഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. തെറ്റായ ഇൻഫർമേഷൻസിലൂടെ ആളുകളെ വീണ്ടും വീണ്ടും ഈ പറയുന്ന പോലെ വിഭജിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റ് ചില ചാനലുകൾക്കാണെങ്കിൽ പിണറായി വിരുദ്ധത കൊണ്ട് അവർ ചില കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചോളം അങ്ങനെയൊന്നുമില്ല. നമ്മൾ പിണറായി വിജയനെയും അതുപോലെ തന്നെ ഭരണത്തെയും അടക്കം വിമർശിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വാസ്തവമാണ്. അതുകൂടാതെ ഇപ്പോൾ വീണ ജോർജ് പറഞ്ഞത് കള്ളമാണ് എന്ന് പറയാനും എനിക്കൊരു മടിയില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ഇങ്ങനെയൊക്കെ ഒരു ചാനൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും ഏതെങ്കിലും ബിസിനസ് ഹൗസുകളിൽ നിന്നുള്ള പരസ്യമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇൻകമോ ഒക്കെ എടുക്കൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാവും. അപ്പോൾ അത്തരത്തിൽ ഈ ചാനൽ വീഡിയോകൾ ചെയ്യാൻ മറ്റു പല ജോലികളും നമ്മൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായി പല രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടിയും ചില സർവേകളും അതുപോലെ നിരവധി വർക്കുകളും പ്രൊപ്പഗാണ്ടയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വീഡിയോകളും അതുപോലെ ചാനലും ഒക്കെ തന്നെ വളരെ ഇമ്പാർഷ്യലായി, വളരെ സത്യസന്ധമായി, വളരെ ഹോണസ്റ്റായി നമ്മുടെ ബോധ്യങ്ങൾക്കും നമ്മുടെ റിസർച്ചും ഒക്കെ ചെയ്തുകൊണ്ട് തന്നെ നിലനിർത്തണം എന്നുള്ളത് എനിക്ക് ആഗ്രഹമുണ്ട്. ആ ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇതിൻ്റെ പുറത്ത് നിങ്ങളൊരു മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. അതല്ലെങ്കിൽ വൺ ടൈമായി സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇപ്പോൾ ഇതിൽ നമ്മുടെ അക്കൗണ്ട് നമ്പറും അതുപോലെ തന്നെ ഗൂഗിൾ പേ നമ്പറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ചാനൽ കുറേ കൂടി വലുതാക്കുകയും കുറച്ചുകൂടി ആളുകളെ എടുക്കുകയും അതുപോലെ കുറച്ചുകൂടി എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കുകയും അതുവഴി തന്നെ കുറേ കൂടി കൃത്യമായിട്ടുള്ള പ്രചരണം കേരളത്തിലും ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ഈ വിഭാഗീയമായിട്ടുള്ള വർഗീയമായിട്ടുള്ള പ്രചരണങ്ങൾക്കിടയിൽ കേരളവും ഈ പറയുന്ന പോലെ മുങ്ങിപ്പോകും എന്നുള്ള ഭയം കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്തരത്തിലുള്ള റിക്വസ്റ്റ് നിങ്ങളുടെ അടുത്ത് എടുക്കുന്നത്. അല്ലാതെ ഒരിക്കലും എനിക്ക് വേണ്ടി വ്യക്തിപരമായിട്ടുള്ള ഏതെങ്കിലും നേട്ടങ്ങൾക്കോ കാര്യങ്ങൾക്കോ വേണ്ടിയിട്ടല്ല. ഞാനിപ്പോൾ ഈ വീഡിയോകളൊക്കെ ചെയ്യുന്നതിൻ്റെ വലിയ ബുദ്ധിമുട്ടിയും എൻ്റെ വളരെ ഈ പറഞ്ഞ രാത്രികളിലിരുന്ന് സമയം കണ്ടെത്തിയും ഒക്കെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ അത് അങ്ങനെ മാത്രം ചെയ്താൽ പോരാ. നിരവധി വിഷയങ്ങളുണ്ട്. കൂടാതെ റിസർച്ച് ചെയ്യാൻ മറ്റാളുകൾ ആവശ്യമുണ്ട്. അപ്പോൾ അത്തരത്തിൽ കുറേ കൂടി ഇത് പ്രോപ്പർലി റൺ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ്. എന്ന് പറഞ്ഞ് ഇതൊരു വലിയ ബിസിനസ് ഹൗസായിട്ടോ വലിയൊരു ചാനലായിട്ടോ ഒന്നും ഡെവലപ്പ് ചെയ്യണമല്ല. പകരം ഇതിൻ്റെ ബാക്ക് എൻഡിൽ കുറച്ചുകൂടി ആളുകൾ ആവശ്യമുണ്ടെന്നും ബാക്ക് എൻഡിൽ കുറച്ച് എക്യുപ്മെൻറ്റ്സ് ഒക്കെ ആവശ്യമുണ്ടെന്നും നമ്മൾ വിചാരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ളൊരു കാര്യം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ചെയ്യാൻ കഴിയുന്നവർ നമ്മളെ സപ്പോർട്ട് ചെയ്താൽ വലിയ ഉപകാരം. ഇത് യഥാർത്ഥത്തിൽ കേരളത്തിലും ഈ പറയുന്ന പോലെ ഇന്ത്യയിലേക്കൊക്കെ ആവശ്യമുണ്ട്. കേരളത്തിൽ നിന്ന് ഒരു വലിയ കൃത്യമായിട്ടുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമോ യൂട്യൂബ് ചാനലുകളോ ഒന്നും ഇല്ല എന്നുള്ളത് വാസ്തവമാണ്. ഇപ്പം ദ വയർ പോലെയുള്ള ക്വിൻറ്റ് പോലെയുള്ള അല്ലെങ്കിൽ കരൺ താപ്പറൊക്കെ നടത്തുന്ന പോലെയുള്ള ഇൻ്റർവ്യൂകൾ നമ്മുടെ കേരളത്തിൽ ആരും നടത്തുന്നില്ല എന്നുള്ളതൊക്കെ നമുക്കറിയാം. അപ്പോൾ അത്തരത്തിലുള്ള വലിയൊരു സ്കോപ്പ് ഈ മേഖലകൾക്കുണ്ട് എന്നുള്ളത് കൂടി നമുക്ക് വളരെ അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ആരെങ്കിലും അത്തരത്തിലുള്ള ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ആളുകളുണ്ടെങ്കിലോ ഒക്കെ തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഈ ഗൂഗിൾ പേ നമ്പറിൽ തന്നെ വാട്സാപ്പുകൾ കൂടിയുണ്ട്. അപ്പോൾ വാട്സാപ്പുകളിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. കഴിയുന്നത് വിളിക്കരുത്. വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് എടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്ന് കൂടി പറയുന്നു. ഒരിക്കൽ കൂടി നിങ്ങളോട് പറയുന്നു, ഇത് സാധ്യമാകുന്ന ആളുകൾ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുമെങ്കിൽ വലിയ സന്തോഷം. ഐദർ നമ്മളുടെ മെമ്പർഷിപ്പുകളിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്തുകൊണ്ടോ സബ്സ്ക്രൈബ് ബട്ടണിന് തൊട്ടിപ്പുറത്തുള്ള ജോയിൻ എന്ന് പറയുന്ന ബട്ടൺ അടിച്ചുകൊണ്ട് ലെവൽ 1-ൽ 179 രൂപയാണ്, ലെവൽ 2-ൽ 359 ആണ്, ലെവൽ 3-ൽ അതിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ ആ ഓപ്ഷനുകൾ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നേരിട്ടാണെങ്കിലും നമ്മളുടെ അക്കൗണ്ടിലേക്കും അതുപോലെ ഗൂഗിൾ പേ നമ്പറിലൂടെയും സപ്പോർട്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് കഴിയാവുന്ന രീതിയിൽ എന്ന് മാത്രം പറഞ്ഞു വെക്കട്ടെ. ഇത് യഥാർത്ഥത്തിൽ കേരളത്തിലെ മാധ്യമരംഗം എന്ന് പറയുന്നത് അങ്ങേയറ്റം മലീമസമായിക്കൊണ്ടിരിക്കുന്ന വെസ്റ്റേൺ ഇൻട്രസ്റ്റുകളാൽ നയിക്കപ്പെടുന്ന ഒരു രംഗമായി മാറിയിരിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അതിനെതിരെയുള്ള ഒരു പോരാട്ടം കൂടിയായി മാത്രം നിങ്ങളിതിനെ കാണണം എന്നുകൂടിയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.